ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഐക്യൂവിൻ്റെ മറ്റൊരു ബഡ്ജറ്റ് ഡിവൈസാണ്. അറൗണ്ട് 15,000 റുപ്പീസിന് താഴെ വരുന്നത്. ഇൻഫാക്ട് ഇതിൻ്റെ വില അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 12,000 13,000 റുപ്പീസിന് ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന മറ്റൊരു ഡിവൈസാണ് ഐക്യൂവിൻ്റെ Z10X. അപ്പോൾ Z10 സീരീസിൽ ഇപ്പോൾ രണ്ട് ഡിവൈസാണ് നമുക്കുള്ളത്, Z10ഉം Z10X ആണ് വരുന്നത്. അപ്പോൾ Z10 ഒബ്വിയസ്ലി ഒരു 20,000 റേഞ്ചാണ് വരുന്നത്. ഇത് ഒരു 15,000 റുപ്പീസിന് താഴെ നിൽക്കുന്ന ഡിവൈസാണ്. അപ്പോൾ നമുക്ക് Z10Xൻ്റെ വിശേഷങ്ങൾ പറയാം. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ്, പ്രോസസ്സർ ഡീറ്റെയിൽസ്, ക്യാമറ എക്സ്പീരിയൻസ്, ബാറ്ററി എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ്. അപ്പോൾ ഐക്യൂഡ് Z10X നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അഗെയിൻ ഇതിൽ 3 വേരിയൻ്റാണ് വരുന്നത്, 6 128, 8 128, 8 256. നമ്മുടെ ഇതിൽ 8 256 ആണ്. അതേപോലെ തന്നെ 2 കളേഴ്സാണ് വരുന്നത്, ഒരു ബ്ലൂയിഷ് കളറും പിന്നെ ഒരു ടൈറ്റാനിയം എന്ന് പറഞ്ഞ കളറാണ്. നമുക്ക് ടൈറ്റാനിയം എന്ന് പറഞ്ഞ കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഐക്യൂ Z10Xൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ഐക്യൂവിൻ്റെ ബോക്സ് പാക്കേജിങ്. ഐക്യൂ Z10X എന്ന് എഴുതിയതാണ്. അപ്പോൾ ടിപ്പിക്കൽ Z സീരീസ് ബോക്സ് പോലെ തന്നെ കൊടുത്തിരിക്കുന്നത്. സൈഡിലൊന്നും തന്നെ എഴുതിയിട്ടില്ല, ഐക്യൂ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവിടെ നമുക്ക് കിട്ടിയ കളർ എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം ആണ്. 8 256 വേരിയൻ്റ് ആണ്. ഇത് 3 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്, 6 128, 8 128, 8 256. ഐക്യൂ Z10X എന്ന് എഴുതിയാണ്. ബാക്കിൽ ഇതിൻ്റെ ഡയമെൻഷൻസ് എഴുതിയാണ്. 8.09 mm ആണ് തിക്നെസ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിവൈസിൻ്റെ തിക്നെസ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് ഡിവൈസാണ് വരുന്നത്. ഡിവൈസ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതാണ് ഐക്യൂ Z10X. അപ്പോൾ ഇവിടെ നമുക്കൊരു കേസാണ് വരുന്നത്, TPU കേസ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. പിന്നെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ നമുക്ക് വരുന്ന ഒരു ചാർജറാണ്, 44 വോൾട്ട് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചാർജിങ് കേബിളാണ്. അതുകൂടാണ്ട് തന്നെ ഒരു സിം ഇജക്ടർ പിന്നുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഐക്യൂ Z10X. അപ്പോൾ ആദ്യം നമ്മൾ ഡിവൈസിൻ്റെ ഡിസൈൻ നോക്കാം. അപ്പോൾ നല്ല ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷാണ്, നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണെന്ന് പറയാം. ഈ പ്രൈസ് സെഗ്മെൻറ്റ് ഡെഫിനറ്റ്ലി നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണെന്ന് പറയാം. പ്രത്യേകിച്ച് ക്യാമറ ലേഔട്ട്. ഇവിടെ നമുക്കൊരു റിംഗ് ലൈറ്റ് ഒക്കെ ഉണ്ട്, ചാർജ് ചെയ്യുമ്പോൾ അത് ഗ്ലോ ചെയ്യും. ഞാൻ ജസ്റ്റ് വളരെ ക്വിക്കായിട്ടൊന്ന് കാണിച്ചു തരാം. ചാർജിങ്ങിന് കുത്തുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ലൈറ്റ് ഗ്ലോ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു റിംഗ് ലൈറ്റ് ഒക്കെ ഇതിനകത്തുണ്ട്. അത് നോട്ടിഫിക്കേഷനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ലൈറ്റാണ്. പിന്നെ നമുക്കിവിടെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കാണാം, പ്രൈമറി 50, പിന്നെ LED ഫ്ലാഷ് കാണാം, ഐക്യൂവിൻ്റെ ബ്രാൻഡിങ് കാണാം. ഈ ഒരു മെറ്റീരിയൽ ഫിനിഷ് നല്ലതായിട്ട് തോന്നി. ഇത് പ്ലാസ്റ്റിക് ആണ്, എന്നാലും നല്ലൊരു മെറ്റീരിയൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ സിം ട്രേ കാണാം. താഴത്ത് USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ് ആണ്. ഇവിടെ നമുക്ക് വോളിയം കീസും പവർ ബട്ടനാണ്. ഇതിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതെന്ന് പറയും. 8.09 mm തിക്നെസ് ആണ്. അപ്പോൾ നല്ലൊരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ്, നല്ല യൂസ് ചെയ്യാനൊക്കെ നല്ല ഒരു ഫോണായിട്ട് എനിക്ക് തോന്നി. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് എന്താ പറയുക, ഒരു ഫുൾ HD IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്. ഇത് LCD പാനലാണ്. ഒബ്വിയസ്ലി സ്മാർട്ട് സ്വിച്ച്, ഹൈ റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആമോലെഡിൻ്റെ ആ ഒരു എന്താ പറയുക റിച്ച്നെസ് ഒബ്വിയസ്ലി IPS LCD പാനൽ ഉണ്ടാവില്ല. എന്നാലും ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് നല്ലതാണ്. അതേപോലെ തന്നെ ടച്ച് റെസ്പോൺസ് ഒക്കെ നല്ലതായിട്ട് തോന്നി. കളേഴ്സ് കുഴപ്പമില്ല, ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ടാവുന്നത് അത്യാവശ്യം നല്ല കളേഴ്സൊക്കെ വരുന്നുണ്ട്. മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ ബെസൽസും അത്യാവശ്യം മിനിമലാന്ന് പറയാം. ഒരു ബഡ്ജറ്റ് ഡിവൈസ് എന്നാലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബെസലിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ ഫുൾ HD ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ആമോലെഡിൻ്റെ അത്രയ്ക്ക് ഒരു റെസൊല്യൂഷൻ ഒബ്വിയസ്ലി നമുക്ക് കിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ടച്ച് റെസ്പോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് പോകാം. വിവോൻ്റെ ഉണ്ട്, ഫൺ ടച്ച് OS ആണ്. ഐക്യൂവിൻ്റെ വിവോൻ്റെ സെയിം UI ആണല്ലോ ഇവിടെയും വരുന്നത്. ഫൺ ടച്ച് OS 15 ആണ്. ഐക്യൂ Z10X 2 GHz Dimensity 7300 octa-core പ്രോസസ്സറാണ്. 8+8 GB വെർച്വൽ റാം ഉണ്ട്. Android 15 ആണ് വരുന്നത്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 256 GB വേരിയൻ്റ് ആണ്. പിന്നെ UI എക്സ്പീരിയൻസ് നമുക്ക് ടിപ്പിക്കൽ ഫൺ ടച്ച് OS ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഡീസൻറ്റ് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ട്. ബഡ്ജറ്റ് സെഗ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഈ UI കുഴപ്പമില്ല, വലിയ ഇഷ്യൂസ് എന്നുള്ളൊരു UI അല്ല. എന്നാലും നമുക്ക് ഒരുപാട് ബ്ലോട്ട് വെയർസ് ഉണ്ട് ആക്ച്വലി. ഇവിടെ ഫേസ്ബുക്ക് ഉണ്ട്, ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ഉണ്ട്, അതേപോലെ ലിങ്ക്ഡിൻ, നെറ്റ്ഫ്ലിക്സ്, ഫോൺ പേ,
കുറച്ച് ആപ്സ് ഉണ്ട്, ഒരു 5-8 ഇൻക്ലൂഡഡ് ആണ്. എന്നാലും ഒരുപാട് ലോഡഡ് അല്ല. ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഉണ്ട്. എന്നാലും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കുഴപ്പമില്ല എന്ന് പറയാം. അഗെയിൻ 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് ഇതിനകത്ത് പ്രോമിസ് ചെയ്തിട്ടുള്ളത്. ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് വരുന്നത് Dimensity 7300 ചിപ്പാണ്. അഗെയിൻ 4 nanometer ചിപ്പാണ്. നമുക്കറിയാം Dimensity 7300 അറൗണ്ട് 7 ലക്ഷമൊക്കെയാണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. അഗെയിൻ നല്ല ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ്. നമ്മൾ ഒരുപാട് ഡിവൈസസിൽ കണ്ടിട്ടുണ്ട് 7300. ഒരു നല്ല ഒരു എഫിഷ്യൻറ്റ് 5G ചിപ്പാണ്. അതിനൊപ്പം തന്നെ അത്യാവശ്യം നല്ല ഗെയിമിങ്ങും കിട്ടാവുന്ന ഒരു ഡിവൈസാണ്. കാരണം ഇതൊരു ബഡ്ജറ്റ് ഡിവൈസാണല്ലോ, എന്നാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10,000 to 15,000 റുപ്പീസിനുള്ളിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് ഡിവൈസാണ്. അപ്പോൾ അതിൽ നമുക്ക് അത്യാവശ്യം നല്ല ഗെയിമിങ്ങും കളിക്കാൻ പറ്റിയ ഒരു ചിപ്പും കൂടിയാണ് Dimensity 7300. ഒബ്വിയസ്ലി ഐക്യൂവിൻ്റെ എന്താ പറയുക ഗെയിം ഓപ്റ്റിമൈസേഷനൊക്കെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് LPDDR4X റാമും അതേപോലെ തന്നെ UFS 3.1 സ്റ്റോറേജുമാണ്. അത് ഡെഫിനറ്റ്ലി നല്ല ഒരു കാര്യമായിട്ട് നമുക്ക് പറയാം. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിലും 3.1 കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നല്ലൊരു ഫീച്ചർ. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ 5G ബാൻഡ്സ് ഒക്കെ തന്നെ സപ്പോർട്ടഡ് ആണ്, അതിലൊന്നും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുന്നത് Dimensity 7000 ഹാസൽ ഫ്രീ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ അൺബോക്സ് ചെയ്ത് ഞാൻ കുറച്ച് ദിവസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അഗെയിൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ല അനുയോജ്യമായ ഒരു ചിപ്പ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ ഇതിനകത്ത് വരുന്നത് എല്ലാ 5G സപ്പോർട്ടും ഉണ്ട്, ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഇനി ക്യാമറയിലോട്ട് വരാം. നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 MP പ്രൈമറി ക്യാമറയും ഒരു ഡെപ്ത് സെൻസറും മാത്രമേ ഉള്ളൂ. അതിനൊപ്പം തന്നെ നമുക്കൊരു 8 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബേസിക് ക്യാമറ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇതിനകത്ത് റിയർ ക്യാമറയിൽ 4K 30 FPS സപ്പോർട്ടഡ് ആണ്. എന്നാൽ സെൽഫി ക്യാമറയിൽ 1080p റെസൊല്യൂഷൻ മാത്രമേ സപ്പോർട്ടഡ് ഉള്ളൂ. അപ്പോൾ ക്യാമറ UI നമ്മൾ റെഗുലർലി വരുന്ന ബേസിക് UI തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ് ഒക്കെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം iQOO Z10X എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. എന്നാൽ കളേഴ്സ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ്, അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് ആണ് iQOO Z10Xൻ്റെ ക്യാമറ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഡിവൈസിന് അനുയോജ്യമായ ഒരു ഈ പ്രൈസ് സെഗ്മെൻറ്റ് അനുയോജ്യമായ ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 44 watt ചാർജിങ് ആണ്. അഗെയിൻ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 6500 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ബാറ്ററിയാണ്. പിന്നെ 44 watt ചാർജിങ്ങും പറയുക വെച്ചാൽ അത്യാവശ്യം നല്ല സ്പീഡിൽ നമുക്ക് ചാർജ് ചെയ്തെടുക്കാം. ഈ പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക ബാറ്ററി ചാർജിങ് സ്പീഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയണ്ടല്ലോ, 6500 4 nanometer ചിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഒരു ഒപ്റ്റിമൈസേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും തന്നെ കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല. അപ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റും ചെയ്യാവുന്നതാണ്. അഗെയിൻ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വിശദമായി റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം എത്രത്തോളം ബാറ്ററി ലൈഫ് കിട്ടുന്നുള്ളത്. പക്ഷേ ഓവറോൾ എൻ്റെ ഒരു ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ നല്ല ഒരു ബാറ്ററി ലൈഫാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതായിരുന്നു ബാറ്ററി ലൈഫ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓവറോൾ ആസ്പെക്ട്സ് പറയാം. അഗെയിൻ നല്ല ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ നല്ല ഡിസൈനാണ്, നല്ല മാറ്റ് ഫിനിഷാണ്. അതേപോലെ തന്നെ എന്താ പറയുക നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ് 7300. പിന്നെ നല്ല ബാറ്ററി പെർഫോമൻസിന് അത്യാവശ്യം നല്ല ചാർജിങ് സ്പീഡ് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി കുഴപ്പമില്ല. എന്നാലും ഇത് ആമോലെഡ് ഇല്ല എന്നുള്ളത് പ്രോബ്ലി ഒരു എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം ഇത് IPS LCD പാനലാണ്, ആമോലെഡ് ഇല്ല. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഓക്കേഷ്. അഗെയിൻ ഐക്യൂവിൻ്റെ ഞാൻ പറയാറുണ്ടല്ലോ, ഫണ്ട ചോയ്സ് ഓക്കേഷ് എക്സ്പീരിയൻസ് ആണ്, കുഴപ്പമൊന്നുമില്ല. ബഗ്സും ഞാൻ റിപ്പോർട്ട് ചെയ്തില്ല. എന്നാലും ഇതിനൊരു വൗ ഫാക്ടർ പ്രോബ്ലി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് iQOO Z10X ഒരു ഓവറോൾ എക്സ്പീരിയൻസ്. നല്ല കാര്യങ്ങൾ അഗെയിൻ UFS 3.1 ഈ സ്റ്റോറേജിൽ കൊടുത്തിട്ട് ഈ പ്രൈസ് സെഗ്മെന്റിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആസ്പെക്ട്. പിന്നെ ഒരു ഡീസൻറ്റ് 50 MP ക്യാമറയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു iQOO Z10Xൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.